ഹലോ ഗൈസ്, ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഹോമിയോ ഗുളിയൊക്കെ ഇടുന്ന കുപ്പിയില്ലേ, ഈ ഒരു കുപ്പിയിൽ ഞാൻ ഓടി നടന്ന് പണിയെടുത്ത് ഇതില് വേർപ്പ് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പൊ എന്തോരം നേരം എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ ഫുള്ള് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിറയ്ക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ അത് വെച്ചാൽ നിർത്തും. പക്ഷെ ഞാൻ മാക്സിമം നിറക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് പണിയെടുക്കാം. എന്താ വെട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. കുറച്ച് വേർ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം. ഹലോ കേസ്, എനിക്ക് ഓടി മതിയായി. ഓടിയതിന് ശരിയില്ല, കുറേ നാളെ ഓടിയെടുക്കാം. അപ്പം ഒരു ചൂടായ ഒരു കാറ് കിട്ടി. അപ്പം കാറിൻ്റെ ഉള്ളിലിരുന്ന് വേർപ്പ് തന്നെ വരുമല്ലോ, നമുക്ക് പ്രത്യേകിച്ചും ചെയ്യണ്ടല്ലോ. ശരീരം നനയിക്കിട്ട അല്ലെങ്കിൽ ശരീരം ചൂടെടുപ്പിക്കുക എന്നതാണ് വേർപ്പ് വരാനുള്ള പ്രധാന വഴികൾ. ഇപ്പം ഞാൻ ഈ കാറിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് കിട്ടും വേർപ്പ്. അപ്പം അതിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഓടി കുറച്ച് കുപ്പിയിലാക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല അത്. അപ്പം ഇനി ചെയ്യാൻ പോണത് ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ തന്നെ നല്ലോണം ഇത് കിട്ടും. കാരണം വെയിൽ അത്യാവശ്യം കൊള്ളണം, അല്ലെങ്കിൽ കാറിനുള്ളിൽ നല്ല ചൂടുണ്ട്. അപ്പം ആ രീതിക്ക് എന്തായാലും വേർപ്പ് കിട്ടും. നോക്കാം. എന്തായാലും കൈയൊക്കെ ഓൾറെഡി വേർത്തിട്ടുണ്ട്. ശരീരം ഇപ്പം ചെറുതായിട്ടൊരു ചൂടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഫേസൊക്കെ ശ്രദ്ധിച്ചറിയാം ആ ഓടിയൻ്റെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും വേർപ്പാട്ടൊന്നുമില്ല. എന്താ പറ്റണമെന്ന് പറഞ്ഞല്ല. ഞാൻ വെച്ച് ചെറിയ പരിപാടി ആയിരിക്കും. കാരണം ഞാൻ പെട്ടെന്ന് വേർക്കണ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം നോക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നല്ല വേർപ്പുണ്ട്. വേർപ്പ് വരുത്താൻ നോക്കിയിട്ട് വരണില്ല. എൻ്റെ കൈയൊക്കെ അതേ വേർത്തിട്ടുണ്ട്. കണ്ട ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഓടൊന്നും ചെയ്യാതെ ഇതിൽ തന്നെ ഇടുന്നു കഴിഞ്ഞാല് എങ്ങനെ വന്നാലും അറിയും. എനിക്കൊന്നും 10-15 മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത് ഞാൻ നന്നായിട്ട് വേർക്കുന്നൊരു ക്യാരക്ടറാണ്. ആറ് പിന്നെ കുഴപ്പമില്ല. എത്ര കിട്ടി ഗൈസ്.